കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ സ്നേഹത്തിൻ്റെ കടയിൽ നിന്നുള്ള ഉള്ളം പൊള്ളിക്കുന്നൊരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. രക്ഷിതാക്കളായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ ഹൃദയം പൊടിയാതെ ആ ദൃശ്യം കണ്ടു തീർക്കാനാകില്ല. അങ്കനവാടിയിലെ കുരുന്നുകൾക്കുള്ള ഭക്ഷണ വിതരണമാണ് ദൃശ്യത്തിലുള്ളത്. ആ ദൃശ്യത്തിൽ എന്തിരിക്കുന്നു എന്നല്ലേ ചോദ്യം. രാവിലെ കുരുന്നുകളുടെ മുന്നിൽ പ്ലേറ്റ് വെച്ച് അതിലേക്ക് മുട്ട വച്ചു കൊടുത്തതിന് ശേഷം ഫോട്ടോ എടുത്ത് പിന്നീടത് എടുത്തുകൊണ്ട് പോവുകയാണ്. കണ്ടേ, ആ കുഞ്ഞു മക്കളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ മുന്നിൽ വെച്ചൊരു ഭക്ഷണം അത് ഇപ്പോൾ കഴിക്കാൻ തരുമെന്നുള്ളൊരു മനോഭാവത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥനയൊക്കെ നടത്തി വീഡിയോ എടുത്തതിന് ശേഷം ഒരു തരത്തിലുള്ള മനപ്രയാസവുമില്ലാതെ അവരുടെ മുന്നിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോവുകയാണ്. കേവലം അങ്കനവാടിയിൽ നിന്നുള്ളൊരു ദൃശ്യമാണ്. അവിടെ കുട്ടികളോട് കാട്ടുന്ന നീചത്തരത്തിൻ്റെ യഥാർത്ഥ കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുമുണ്ടോ മനുഷ്യരിലെന്ന് തോന്നിപ്പോവും. അതും ഇതുപോലുള്ള കുരുന്നുകളെ പരിപാലിക്കുന്ന അങ്കനവാടികളിൽ. കാര്യം കുരുന്നുകളെന്നാൽ പൂമ്പാറ്റകളെ പോലെയാണല്ലോ, നിഷ്കളങ്കരാണല്ലോ. ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇതൊക്കെ കാട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാതൃഹൃദയം ഇല്ലാതിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവിടെ കാണിച്ചാലും യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരവസ്ഥയുണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഈ നീച പ്രവർത്തനം കാണിക്കുന്നത്. വീഡിയോ എടുത്തതിന് ശേഷം സ്വന്തം വീടുകളിലേക്ക് അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു ആഹാര സാധനം കണ്ട് കഴിക്കാൻ കൊതി തോന്നിയിട്ടുള്ള ആ കുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വിഭാഗക്കാർ. ഇതൊക്കെയാണ് സ്നേഹത്തിൻ്റെ കടയിൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ? ഒരുപക്ഷെ ഇത്രയും മനുഷ്യത്വമില്ലാത്ത മാതൃഹൃദയമില്ലാത്ത മനുഷ്യരുണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. എന്നിരുന്നാലും സ്വമേധയാ തോന്നേണ്ട കാര്യമാണ്. ആരുടെയോ മക്കളായിക്കോട്ടെ, അവരെ പരിപാലിക്കാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ഏത് തരത്തിലാണ് പരിപാലിക്കപ്പെടുന്നതെന്നൊന്ന് നോക്കിയേ. ഒരുപക്ഷെ ആ ദൃശ്യം വാട്സപ്പുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ മക്കൾ ഭക്ഷണം കഴിച്ചു എന്നായിരിക്കും വീട്ടുകാരൊക്കെ കരുതുന്നത്. എന്താണില്ലേ, നമ്മുടെ നാട് എത്ര സുന്ദരമാണ്, നമ്മുടെ നാട് എത്രമാത്രം മനുഷ്യത്വപരമാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് ഇത്തരം ചില നോവുന്ന ദൃശ്യങ്ങളിലൂടെയാണ്.